വി എസിനെ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന പേരിൽ അധിക്ഷേപിച്ചത് എം സ്വരാജ് അല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ചില CPM നേതാക്കൾ. സ്വരാജ് അങ്ങനെ ചെയ്തിട്ടില്ല, ഒരിക്കലും സ്വരാജ് അങ്ങനെ ചെയ്യുകയുമില്ല. അങ്ങനെയെങ്കിൽ അത് ചെയ്തിരിക്കുന്നത് മറ്റൊരു SFIക്കാരിയായിരുന്നു. അന്നത്തെ യുവ ചെറുപ്പക്കാരിയായ ഒരു നേതാവായിരുന്നു. ആ നേതാവ് ആരാണ്? ഈ ചോദ്യമാണ് ഏവരും ഉയർത്തുന്നത്. ഈ സാഹചര്യത്തിൽ ഇതിനുള്ളൊരു മറുപടി കൂടിയാണ് ഉയർന്നു വരുന്നത്. സ്വരാജിനെ പിന്തുണച്ചും അതുപോലെ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന ഒരു വാക്ക് പോലും അന്ന് ആരും ഉച്ചരിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടും ചിന്താ ജെറോം രംഗത്ത് വന്നപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അത് ചിന്താ ജെറോമായി തന്നെയാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ശരിക്കുമുള്ള വസ്തുത അത് ഇങ്ങനെയാണ്. 2012 CPM സമ്മേളനത്തിലാണ് VS അച്യുതാനന്ദനെതിരെ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന പ്രയോഗം ആദ്യമായി ഉണ്ടായത്. അന്ന് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നതാണ്. അത് മാധ്യമ സൃഷ്ടി എന്ന് പറഞ്ഞുകൊണ്ടോ പ്രതിപക്ഷ ആരോപണമെന്ന് പറഞ്ഞുകൊണ്ടോ ഒതുക്കാമെന്ന് വിചാരിച്ചെങ്കിൽ അതങ്ങനെയല്ല എന്നുള്ള വ്യക്തമായ തെളിവുകൾ പല CPM നേതാക്കളും പങ്കുവയ്ക്കുന്നു. ഏറ്റവും ഒടുവിൽ അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് VSൻ്റെ മുൻ PA A സുരേഷും. 2015 ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന പ്രയോഗം മാത്രമായിരുന്നില്ല, അന്ന് ഒട്ടനവധി പരാമർശങ്ങൾ VSനെ ചവിട്ടിത്താഴ്ത്താനായി ഉണ്ടായിട്ടുണ്ടെന്നാണ് A സുരേഷ് പറയുന്നത്. 12-ലും 15-ലും ഉണ്ടായ ആ നിരവധി സംഭവങ്ങൾ ഓർത്തു പറയുകയാണ് A സുരേഷ്. ആലപ്പുഴ സമ്മേളനം എന്തിനു നടത്തിയെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. അത് VSനെ അധിക്ഷേപിക്കാനും അദ്ദേഹത്തെ ചവിട്ടിത്താഴ്ത്താനും വേണ്ടിയായിരുന്നു. 2012 ക്യാപിറ്റൽ പണിഷ്മെൻ്റ് പരാമർശത്തിൽ VSന് വലിയ വേദനയും വിഷവുമായിരുന്നു മനസ്സിലുണ്ടായത്. താൻ സ്നേഹിച്ച പാർട്ടി, തൻ്റെ അണികൾ, പ്രവർത്തകർ, അതിൽ താൻ തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന ചില നേതാക്കൾ തനിക്കെതിരെ ഇങ്ങനെ തിരിയുമെന്നും ചതിയിലൂടെ തന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമെന്നും VS ഒരിക്കലും കരുതിയിട്ടുണ്ടായിരിക്കില്ല. പിന്നീട് VS ഇതിന് മറുപടി പറയാൻ നിർബന്ധിതനാവുകയായിരുന്നു. നേരത്തെ തന്നെ പലരും ചോദിച്ചൊരു ചോദ്യമാണ്, ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്നൊരു കാര്യം ആരും തന്നെ പറഞ്ഞില്ല, ശരി ആയിക്കൊള്ളട്ടെ, പിന്നെ എന്തിനാണ് VS അച്യുതാനന്ദൻ അതെടുത്തു പറഞ്ഞുകൊണ്ട് ഒരു മറുപടി അത് നൽകിയത്? അതിനെക്കുറിച്ച് കൂടിയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ ഉറപ്പായും അങ്ങനെ ഒരു വാക്ക് അത് ഉച്ചരിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ആലപ്പുഴ സമ്മേളനം VS വധം ആട്ടക്കഥയായിരുന്നു എന്നാണ് സുരേഷ് പറയുന്നത്. അത്രയധികം ഒരു മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്തു, ഒരു മനുഷ്യനെ ഇരുത്തിക്കൊണ്ട് അധിക്ഷേപിച്ചു. ഒരു പരാമർശമല്ല, ഒട്ടനവധി അധിക്ഷേപ പരാമർശങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ മനമെടുത്ത് പ്രതിഷേധിച്ചുകൊണ്ടാണ് VS ആ സമ്മേളനം ബഹിഷ്കരിച്ചതും പുറത്തിറങ്ങിപ്പോയതും. ആലപ്പുഴ സമ്മേളനത്തിൽ VSനെതിരെ അതിരൂക്ഷമായി അന്ന് പറഞ്ഞവർ, അന്ന് പ്രവർത്തിച്ചവർ, അന്ന് അദ്ദേഹത്തിന് മേലെ ചെളിവാരി എറിഞ്ഞവർക്കൊക്കെ തന്നെ പിന്നീട് പല ബഹുമതികളും സ്ഥാനക്കയറ്റവും കിട്ടിയെന്നാണ് സുരേഷ് പറയുന്നത്. എന്തിനേറെ പറയുന്നു, സംസ്ഥാന കമ്മിറ്റിയിൽ വരെ സ്ഥാനം കിട്ടിയവർ ആ കൂട്ടത്തിലുണ്ട്. ആലപ്പുഴ സമ്മേളനത്തിൽ VSനെ അധിക്ഷേപിച്ച യുവ വനിതാ നേതാവ് ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും നടന്ന സമ്മേളനങ്ങളിൽ സംഘടിതമായൊരു ആക്രമണം VSനെതിരെ നടത്തുകയുണ്ടായിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സംസ്ഥാന CPMൽ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന വിവാദം കത്തിപ്പടരുന്നത്. VSൻ്റെ നിര്യാണത്തെ തുടർന്ന് പിരപ്പങ്കോട് മുരളി മനോരമയിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. അതാണ് വിവാദത്തിന് പിന്നെയും തിരികൊളുത്തിയത്. ആലപ്പുഴയിലെ സംസ്ഥാന സമ്മേളന വേദിയിൽ VSന് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് നൽകണമെന്ന് ഒരു കൊച്ചു പെൺകുട്ടി പറഞ്ഞെന്ന് സുരേഷ് കുറുപ്പും തൊട്ടു പിന്നാലെ ഒരു വെളിപ്പെടുത്തൽ നടത്തി. മാതൃഭൂമിയിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലേഖനവും. എന്നാൽ ഇതിന് ശേഷം ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ആളിക്കത്തുകയാണ്. ഒറ്റപ്പെട്ടപ്പോഴും VS പോരാട്ടം തുടർന്നുവെന്നും താൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നതായിരുന്നു VSൻ്റെ നയമെന്നും അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളുടെ പ്രായം മാത്രമുള്ളവർ സമ്മേളനത്തിൽ അദ്ദേഹത്തിനെതിരെ നിലവിട്ട ആക്ഷേപങ്ങൾ ഉന്നയിച്ചുവെന്നും സുരേഷ് കുറുപ്പ് തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ തട്ടകമായ ആലപ്പുഴ, അവിടുത്തെ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി VSന് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് 2015-ലാണ്. അതിനു മുൻപ് 2012 ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്നൊരു വാദം ഉയർത്തിയ സാഹചര്യവും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ പറഞ്ഞത് ഒരാൾ മാത്രമല്ല, ഇത് ഒന്നിലധികം തവണയായി 3 വർഷത്തിനിടയിലുള്ള ഗൂഢാലോചന കൂടിയായി വ്യക്തമായി തന്നെ മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ അന്നുണ്ടായ ആ അധിക്ഷേപത്തെ സഹിക്കാൻ കഴിയാതെയാണ് VS വേദി വിട്ട് പുറത്തുപോയത്. ഏകനായി, ദുഃഖിതനായി, പക്ഷേ തലകുനിക്കാതെ, ഒന്നും തന്നെ മിണ്ടാതെ, ആരെയും നോക്കാതെ അദ്ദേഹം സമ്മേളന സ്ഥലത്ത് നിന്നും വീട്ടിലേക്ക് പോയി. ഇങ്ങനെയൊക്കെ ആയിട്ടും അദ്ദേഹം ഒരിക്കൽ പോലും പാർട്ടിയെ അധിക്ഷേപിക്കുകയോ തള്ളിക്കളയുകയോ തള്ളിപ്പറയുകയോ ചെയ്തിട്ടില്ല എന്നാണ് ആ ഓർമ്മക്കുറിപ്പിൽ സുരേഷ് കുറുപ്പ് പ്രതിപാദിക്കുന്നത്. എന്നാൽ ഇത് വലിയ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചു വിട്ടിരിക്കുന്നത്. ആലപ്പുഴ സമ്മേളനത്തിൽ ആരും ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലെന്നാണ് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ജെറോമും പ്രതികരിച്ചിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചിന്തയ്ക്കെതിരെയും വലിയ തോതിൽ വിമർശനം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ചിന്തയും ഇതിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്നാൽ M സ്വരാജ് ആകട്ടെ ഇതുവരെയും പരസ്യ പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. സുരേഷ് കുറുപ്പിൻ്റെ ആരോപണങ്ങൾക്ക് പാർട്ടി നേതൃത്വം മറുപടി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ചിന്താ ജെറോം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നും തന്നെ പറയാൻ തയ്യാറായിട്ടില്ല.
സുരേഷ് കുറുപ്പിൻ്റെ വെളിപ്പെടുത്തൽ കൂടുതൽ വിവാദമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ചിന്താ ജെറോം ഇങ്ങനെ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. അതും ഒരു കൊച്ചു പെൺകുട്ടി അന്ന് അവിടെ VSന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ ആ ഒരു വിവാദത്തിൽ CPM സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമാക്കിയതിൽ കടുത്ത അതൃപ്തിയാണ് സംസ്ഥാന സെക്രട്ടറി CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പങ്കുവച്ചിരിക്കുന്നത്. പിരപ്പങ്കോട് മുരളിക്ക് പാർട്ടി മെമ്പർഷിപ്പ് പോലുമില്ലെന്നുള്ള പ്രതികരണം പങ്കുവച്ചുകൊണ്ടാണ് മുൻ നേതാവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. ശുദ്ധ അസംബന്ധമാണ് പിരപ്പങ്കോട് മുരളി പറഞ്ഞതെന്നും അദ്ദേഹത്തിന് ഇപ്പോൾ പാർട്ടിയുടെ മെമ്പർഷിപ്പ് പോലുമില്ലെന്നും പറഞ്ഞതൊക്കെ ശുദ്ധ തോന്നിയാസമാണെന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന മുതിർന്ന നേതാവ് പിരപ്പങ്കോട് മുരളി പങ്കുവച്ച പഴയ വിഷയം CPM നേതൃത്വത്തെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നു. അതിന് പിന്നാലെയാണ് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പിരപ്പങ്കോട് മുരളിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പിരപ്പങ്കോടിനെ ശക്തമായി തന്നെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് തോന്നിയാസമാണെന്നും ഇതൊക്കെ അസംബന്ധമാണെന്നും ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വിവാദത്തിൽ പാർട്ടി സെക്രട്ടറി പ്രതികരിച്ചത്. എന്നാൽ താൻ സംസ്ഥാന സമിതി അംഗമായിരുന്ന സമയത്ത് നടന്നൊരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞതിൽ ഒരു പിശകും തനിക്ക് പറ്റിയിട്ടില്ല. താൻ പറയുന്നത് തോന്നിയാസമാണെങ്കിൽ അസംബന്ധമാണെങ്കിൽ MV ഗോവിന്ദൻ പാർട്ടി സമ്മേളനത്തിൻ്റെ മിനിറ്റ്സ് പരിശോധിച്ച് നോക്കണമെന്നാണ് തിരിച്ചടിച്ചിരിക്കുന്നത് പിരപ്പങ്കോട് മുരളി. എന്നാൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടാലോ മറ്റാരെങ്കിലും ആവശ്യപ്പെട്ടാലോ മിനിറ്റ്സ് പരിശോധിക്കലല്ല പാർട്ടിയുടെ നയമെന്നുള്ള മറുപടിയും ഇതിനിടയിൽ മറ്റു പല നേതാക്കളും പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെ മറച്ചു പിടിക്കാനും അതിനെ ഒളിച്ചു കടത്താനുമുള്ളൊരു ശ്രമമാണ് ഈ ഒരു സാഹചര്യത്തിൽ CPM നടത്തുന്നത്, പ്രമുഖ നേതാക്കൾ നടത്തുന്നത്. മാരാരിക്കുളത്ത് VS അച്യുതാനന്ദനെ തോൽപ്പിച്ചത് ചതിയിലൂടെയാണെന്നും 2012 തിരുവനന്തപുരം സമ്മേളനത്തിൽ അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നൽകണമെന്നും പ്രസംഗിച്ച യുവ നേതാവിന് വളരെ പെട്ടെന്ന് തന്നെ പാർട്ടിയിലെ ഉന്നത പദവികളിലെത്താൻ കഴിഞ്ഞെന്നുമുള്ള മുൻ MLAയും CPM സംസ്ഥാന കമ്മിറ്റിയിലെ മുൻ അംഗവുമായിട്ടുള്ള പിരപ്പങ്കോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏറെ പ്രസക്തമാണ് ഈ ഒരു സാഹചര്യത്തിൽ. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നൽകണമെന്ന് പറഞ്ഞത് വെറും കെട്ടുകഥയാണെന്നും അത് കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കുന്നതാണെന്നും പാർട്ടി കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിനിടയിലാണ് 2012 സമ്മേളനത്തിൽ പ്രതിനിധിയായിരുന്ന പിരപ്പങ്കോട് മുരളി തന്നെ ഒരു തുറന്നു പറച്ചിൽ നടത്തിയത്. എന്നാൽ ആലപ്പുഴ സമ്മേളനത്തിൽ VSനെതിരെ പരാമർശം ഉണ്ടായിട്ടില്ല എന്നാണ് മന്ത്രി V ശിവൻകുട്ടി ഈ സാഹചര്യത്തിൽ പറയുന്നത്. ആലപ്പുഴ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തെന്നും അവിടെ വെച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ എത്തുന്നു, അങ്ങനെ ഒരു നേതാവും അവിടെ അങ്ങനെ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. എന്നാൽ അവിടെ വെച്ച് ഒരു നേതാവല്ല പറഞ്ഞത്, മറിച്ച് ഒരു കൊച്ചു പെൺകുട്ടിയാണ്, ഒരുപക്ഷെ അതൊരു SFIക്കാരി ആയിരിക്കാം, DYFI പ്രവർത്തകയായിരിക്കാം, അങ്ങനെയുള്ള സൂചനകളൊക്കെ തന്നെ നിൽക്കുമ്പോഴാണ് അത് നേതാവല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശിവൻകുട്ടി തന്നെ രംഗത്ത് വരുന്നത്. VS വിട്ടുപിരിയുന്നത് വരെ പാർട്ടിയിലെ മുതിർന്ന നേതാവെന്ന നിലയിൽ കൊടുക്കാൻ കഴിയുന്ന എല്ലാ ബഹുമാനവും പാർട്ടിയിലെ ആബാലവൃദ്ധം ആളുകളും നൽകിയെന്നാണ് ശിവൻകുട്ടിയുടെ അവകാശവാദം. എന്നാൽ അതിനപ്പുറമുള്ള കാര്യങ്ങൾ വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. അദ്ദേഹം നമ്മളെ വിട്ട് വേർപെട്ടു പോയി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് ചർച്ച നടത്തുന്നത് പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള ചില ശ്രമങ്ങളാണ്. അത്തരം ചർച്ചകൾ അത് നടത്തുന്നവർ പാർട്ടിയുടെ വളർച്ചയിലും സ്വാധീനത്തിലും ഉൾപ്പെട്ടവരാണെന്ന് കൂടി ശിവൻകുട്ടി പറയുന്നു.